കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വളരെ രസകരമായ ഒരു സംവാദം ലൈവ് ഡിബേറ്റ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചത്, അതിലേക്ക് എത്തിപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചുരുക്കി സംസാരിക്കുക. ആ ഡിബേറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ പല തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു സ്ത്രീ വിരുദ്ധത. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫാഷൻ ഇൻഡസ്ട്രിയോട് ചേർന്നുകൊണ്ടും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയോടൊക്കെ ചേർന്നുകൊണ്ട് സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിച്ചുകൊണ്ട് ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ പിന്നെ ആ നിലക്ക് വെറും ഒരു കമ്മോഡിഫൈ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതും അത് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധതയാണെന്നും പുരുഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സ്ത്രീയുടെ വസ്ത്രത്തിലൂടെ അവൻ നേടിയെടുക്കുകയാണെന്നുള്ളതും പുരുഷാധിപത്യ വ്യവസ്ഥ അങ്ങനെ പ്രോഗ്രാം ചെയ്യുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്. നമ്മുടെ ഫ്രിക്ഷൻ റൂം ഡിബേറ്റ് അതിൽ പിന്നെ ഒരു ഫെമിനിസ്റ്റുമായിട്ട് തന്നെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റും മറ്റൊരാളുമായിട്ട് നമ്മളത് നേരിട്ട് സംവദിച്ച വീഡിയോ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ 24 ന്യൂസിൻ്റെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയിട്ട് നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുകയും കൃത്യമായി ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇതിനോട് പല ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഓക്കെ, ചില ആളുകളൊക്കെ വളരെ മാന്യമായിട്ട് അതിൻ്റെ കണ്ടൻറ്റിനോട് പ്രതികരിച്ച ആളുകളുണ്ട്, അവരോട് നമ്മളും പ്രതികരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളതിനോടൊക്കെ നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടതിന്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഓക്കെ നിങ്ങൾ ഇതിനെ പരിഹസിച്ചോളൂ അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചോളൂ, പക്ഷേ നമുക്കെന്ത് ചെയ്യാം, ലൈവായിട്ട് ഒന്നിരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ ഭാഗം നിങ്ങൾ സംസാരിച്ചോളൂ, ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കാം, നിങ്ങളുടേത് നിങ്ങൾ മുന്നോട്ട് വെച്ചോളൂ, ആളുകൾ വിലയിരുത്തട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പരിഹസിക്കുകയും അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു ഡിബേറ്റിനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ വരാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ട്രോൾ ചെയ്ത് വീഡിയോ ഇട്ട ഒരു വ്യക്തി, അവരെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അവർ റെഡിയായി രംഗത്ത് വരുന്നു, നമ്മളും അത് ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ എത്തിപ്പെട്ടത് ശേഷം ആ ഡിബേറ്റിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഡിബേറ്റ് തുടങ്ങി രണ്ടാളുകളും അവരുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമല്ലോ, എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. അതിനുശേഷം മറുഭാഗത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ തുടങ്ങിയ 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇത്രയും കാലം പറഞ്ഞ പോയിൻ്റ് അവർ അംഗീകരിച്ചുകൊണ്ടാണ് ഡിബേറ്റ് തുടങ്ങുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. എന്താണ് പോയിൻ്റ് എന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ നിരന്തരം പറഞ്ഞിരുന്നത് ഈ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഡലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അവരെ ഒരു ലൈംഗിക വസ്തുവായി മാത്രം മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ 24 ന്യൂസിൻ്റെ ആ ഒരു ഫ്ലോറിൽ പോയിട്ട് നമ്മളത് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളത് മൊത്തം ഈ മോഡലിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, ബാക്കിലിരിക്കുന്നത് മൊത്തം മോഡലിംഗ് പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര പിന്നെ അഗ്രസീവായി, അങ്ങനെ പറയാൻ പാടില്ല, അത് ഞങ്ങളുടെ കരിയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കരിയറിൽ ചൂഷണം ഉണ്ടെങ്കിൽ ആ ചൂഷണം തന്നെയാണ്, ചൂഷണം അല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി അവിടെ നമ്മളത് പറഞ്ഞു, പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഡിബേറ്റിന് വന്നിട്ട് ആദ്യ മിനിറ്റുകൾ തന്നെ അവർ പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. എല്ലാ വുമൻസിനെയും നമ്മുടെ ഈ പറയുന്ന എല്ലാ കൺട്രീസിലെയും ഈ പറയുന്ന ഫാഷൻ ഇൻഡസ്ട്രീനെ എടുത്താണ് ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത് അല്ലെ. ഈ മോഡലിങ് ഫാഷൻ ഇൻഡസ്ട്രി എന്നുള്ളത് വുമനിനെ സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ആരും ഇല്ല എന്ന് പറയില്ല, കാരണം അതൊരു വേ ഓഫ് മാർക്കറ്റിംഗ് ആണ്. കാരണം ചുമ്മാ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ മേടിക്കില്ല. സോ ഒരു പെണ്ണിനെ സെക്ഷലൈസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നോട്ടീസബിൾ ആവും. സോ അതൊരു വേ ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ മോഡലിങ്ങിലൊക്കെ സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, ഇനി 24 ന്യൂസിലൊക്കെ എന്നെ ഭയങ്കരമായി എതിർത്ത ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കുറച്ചൊക്കെ അത് അവർ സമ്മതിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ അതിൽ കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ സെക്ഷലൈസ് ചെയ്യപ്പെടുക തന്നെയാണ്. കാരണം ഒരു പ്രോഡക്റ്റ് വിറ്റുപോകാൻ നിങ്ങളുടെ ബോഡിയാണ് അവർ വിൽക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഐ സ്റ്റോപ്പറായി, അങ്ങനെ കേവലം ഒരു വസ്തുവായി, നിങ്ങളൊരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് വസ്തുവായിക്കൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയൊക്കെ കാണുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർക്കത് സമ്മതിക്കേണ്ടി വന്നത്? നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 കേസസ് എടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. ആ ഡിബേറ്റ് കണ്ടവർക്കറിയാം. നമ്മൾ ഒന്നാമതായി എടുത്തത് കാമറോൺ റസ്സലിൻ്റെ ഒരു ഫേമസ് മോഡലാണ്. അവരുടെ ടെഡ് ടോക്ക് ഒരുപാട് ആളുകൾ കണ്ട ഒരു ടെഡ് ടോക്കാണ്. ആ ഒരു ടെഡ് ടോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലൈവായി അല്ലെങ്കിൽ ഒരു ടെഡ് വേദിയിൽ ഒരു ഔട്ട്ഫിറ്റ് ചേഞ്ച്, ആ വേദിയിൽ വെച്ച് തന്നെ അവരവരുടെ വസ്ത്രം മാറുകയാണ്. ആദ്യം ഒരു വസ്ത്രം ധരിച്ചു വരികയും പിന്നീട് ആ വേദിയിൽ തന്നെ അവർ വേറൊരു വസ്ത്രം ഇടുകയാണ്. അപ്പോൾ ആ വസ്ത്രം ഇട്ടതിന് ശേഷം അവർ പറയുന്നൊരു വാചകമുണ്ട്, ഐ ജസ്റ്റ് ടോട്ടലി ട്രാൻസ്ഫോം.
വാട്ട് യു തോട്ട് ഓഫ് മീ ഇൻ 6 seconds. അതായത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് 6 സെക്കൻഡ് കൊണ്ട് ഞാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഈ വസ്ത്രം മാറുന്നതോടുകൂടി നിങ്ങൾ എന്നെക്കുറിച്ചുള്ള ചിന്തയടക്കം മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ വസ്ത്രധാരണത്തിന് അവിടെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ അനുഭവം പറയാൻ ഈ ഇൻഡസ്ട്രിയിൽ അത് ഇൻസെക്യൂരിറ്റിയാണ് വിൽക്കുന്നത്. അതേപോലെ തന്നെ ഇൻസെക്യൂർ ആവുകയാണ് മോഡലുകൾ എന്നുള്ളത് മാത്രമല്ല, അവിടെ ഹാപ്പിനെസ് ഇല്ല. ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വാല്യൂ അളക്കുന്നത്. അവിടെ ഒരിക്കലും ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ടീനേജർ ആവുന്നത് ഈവൻ അവർ പറയുന്നത് അവരുടെ ഫസ്റ്റ് പീരീഡ്സിന് മുമ്പ് തന്നെ അവരെ സെക്ഷലൈസ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാണ് അവിടെ അവർ പറയാൻ. ആ ഒരു കേസ് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ കാരി ഓട്ടിസിൻ്റെ ബ്യൂട്ടി ഡിസ്റപ്റ്റഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അതിൽ അവരുടെ വാചകം നമ്മൾ പ്രത്യേകം പറഞ്ഞു, ദ ഇൻഡസ്ട്രി ഡസ് നോട്ട് മിയർലി സെൽ പ്രോഡക്ട്സ്. ഈ ഫാഷൻ ഇൻഡസ്ട്രി അത് ഏതെങ്കിലും പ്രോഡക്ട്സ് വിൽക്കുന്നില്ല. ആ നിലക്ക് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് വിൽക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ വിമൻ ആസ് പ്രോഡക്ട്സ്. അത് സ്ത്രീകളെയാണ് പ്രോഡക്റ്റായിട്ട് വിൽക്കുന്നത്. എന്നുവെച്ചാൽ സ്ത്രീകൾ വിൽക്കപ്പെടുകയാണ് ഈ ഇൻഡസ്ട്രിയിൽ എന്നുള്ളത് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ ഒരു ബ്യൂട്ടി ഈസ് ട്രീറ്റഡ് ആസ് എ കൊമോഡിറ്റി. വുമൺ വർത്ത് ടൈറ്റ് പ്രൈമർലി ടു ഫിസിക്കൽ അപ്പിയറൻസ്. വുമൻ്റെ വേർത്ത് ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡീസ് നടക്കുന്നുണ്ട് എന്നുള്ളതടക്കം ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ ഇത് ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ നമ്മൾ പല തെളിവുകൾ പറയുന്നുണ്ട്. ഇതിനെ അംഗീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഫാഷൻ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഡിബേറ്റ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ നമ്മളുടെ പോയിൻ്റ് പകുതി അവിടെ എന്ത് ചെയ്തു, അംഗീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ അതിനുശേഷം അവർ ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, ശരി ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ നാടുമായി എങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അവർ പിന്നീട് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ധരിച്ചത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ APAയുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സും അതേപോലെ തന്നെ പോണോഗ്രഫിയും അതേപോലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രിയും ഇതൊക്കെ വളരെ വ്യാപകമാവുകയും അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക വഴി കുട്ടികളുടെ അടക്കം ചിന്താഗതികളിൽ മാറ്റം വരികയും അവർ സ്വയം സെക്ഷലൈസ് ചെയ്യുകയും അങ്ങനെ അതുവഴി കുട്ടികൾക്കടക്കം സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇറക്കിയിട്ടുള്ള ടാസ്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള രേഖ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളതിന് മറുപടി പറഞ്ഞത്. നമ്മൾ ഈ ഡിബേറ്റ് കണ്ട ആളുകൾക്കറിയാം, കൃത്യമായി അവർ ഉദ്ധരിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ കൃത്യമായ രേഖകളും തെളിവുകളും പഠനങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഈ സെക്ഷലൈസ് ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാർക്ക്, മോഡലുകൾക്ക് മാത്രമല്ല, മോഡലുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, പക്ഷേ സാധാരണക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്, സാധാരണക്കാരുടെ സ്ത്രീകളുടെ പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രത്യേകിച്ചും കോഗ്നിറ്റീവ് അബിലിറ്റി അത് ബാധിക്കുന്നു. കാരണം എപ്പോഴും ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് മാത്രം, ഞാൻ സുന്ദരിയാണോ, എൻ്റെ സൗന്ദര്യം എത്രണ്ടെന്ന് മാത്രം ആലോചിച്ചിട്ട് അവർക്ക് കോഗ്നേറ്റീവ് അബിലിറ്റി പോലും കുറയുന്നു, മാത്ത് ആൻഡ് റീസണിങ് പെർഫോമൻസ് പോലും കുറയുന്നു, അതേപോലെ തന്നെ ഫിസിക്കൽ മോട്ടോർ റെസ്പോൺസും പെർഫോമൻസും കുറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ചു. മെൻ്റൽ ഹെൽത്ത്, അവർക്ക് ബോഡി ഷെയിം, സ്വയം തന്നെ ഒരു അപ്പിയറൻസ് ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ പിന്നീട് കുറച്ചധികം ചർച്ച അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീം കുറയുന്നു, കോൺഫിഡൻസ് കുറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു ബോഡി ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിമിനിഷ്ഡ് സെക്ഷൽ ഹെൽത്ത് ആൻഡ് അസേർട്ടീവ്നെസ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ സാധാരണക്കാരായ സ്ത്രീകളിലടക്കം, കാരണം എന്താ വെച്ചാൽ ഇവർ കുറച്ച് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു, അതുവഴി സാധാരണക്കാരായ സ്ത്രീകളെ അടക്കം അത് ബാധിക്കുന്നു എന്നുള്ളത് തെളിവുകൾ സഹിതം നമ്മൾ അത് തെളിയിക്കുകയുണ്ടായി. അതിനോടൊന്നും കൃത്യമായി അതൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു സെക്ഷലൈസേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിംഗ് ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയും സിനിമയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരെ അടക്കം ബാധിക്കുന്നു, ചെറിയ കുട്ടികളടക്കം ബാധിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും അവരെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അങ്ങനെ ബാധിക്കുന്നില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ബാധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയണം, ഒന്നിനും ആ രൂപത്തിലുള്ളൊരു പ്രതികരണത്തിനൊന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡിബേറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് പകരം എന്നിട്ട് പിന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ പല രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞതിനോട് എന്തെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിബേറ്റ് മൊത്തത്തിൽ പരിശോധിച്ചാൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഏത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഉപോത്ഫലകമായി സ്റ്റഡീസും അതേപോലെ തന്നെ ഗവേഷണങ്ങളും ഈവൻ ഫെമിനിസ്റ്റുകളുടെ തന്നെ വാദങ്ങളും അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മറുഭാഗത്ത് പലപ്പോഴും അവർ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഒപ്പീനിയൻസ് മാത്രമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറഞ്ഞതുപോലെ ഒരു ഫാക്റ്റ് വേഴ്സസ് ഒപ്പീനിയൻ എന്ന രൂപത്തിലൊരു സംവാദമായി അത് മാറിയത്.
അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ട് തോന്നിയത് വെച്ചാൽ അവർ പറയാണ് ശരി, വളരെ സെക്ഷുവലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ വളരെ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഡ്രസ്സൊന്നും അനുവദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പിന്നെ അതിന് കുറച്ച് ടേംസൊക്കെ അവർ പറയുന്നുണ്ട്, കുറച്ചുകൂടി സോഷ്യലി പിന്നെ ആ നിലക്ക് അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം ധരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ആരാണ്? വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദിക്കാൻ വന്ന ആളുകളാണ്. എന്നിട്ട് പറഞ്ഞ് ഏതുവരെയും ചോദിച്ചാൽ അവസാനം അവർ പറഞ്ഞെത്തിയത് നമ്മുടെ നാട്ടിലൊക്കെ പബ്ലിക് പ്ലേസസിൽ പോകുമ്പോൾ ബിക്കിനി ഇടുന്നത് അത് തെറ്റായി വരെ വരാം എന്നുള്ള നിലക്കാണ്. അതായത് നമ്മളോട് വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ഡിബേറ്റിന് വന്ന ആളാണ് അവസാനം ബിക്കിനി കേരളത്തിലെ പോലെയുള്ളൊരു സ്ഥലത്ത് പബ്ലിക് പ്ലേസിൽ ഇടുന്നത് തെറ്റാണ് എന്ന് അവർ പറയുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തി. ആ ഭാഗം നിങ്ങൾ കണ്ടോ? എക്സ്പോസ്ഡ് ആയ ഡ്രസ് ഇടുന്നത് തെറ്റാണോ ശരിയാണോ? ഞാൻ അതല്ലേ പറഞ്ഞത്. എന്ത് ഡ്രസ് ഇടുന്ന, ഏത് ഡ്രസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ ഡ്രസ് ബിക്കിനി ആയിക്കോട്ടെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബിക്കിനിയാണല്ലോ. ബിക്കിനി ഇടുന്നത് നമ്മുടെ നാട്ടിൽ ഇടുന്നത് തെറ്റാണോ അല്ലേ? ബിക്കിനി ഇട്ട് നമ്മുടെ നാട്ടിലെ ഒരാൾ റോഡിലേക്ക് കൂടി നടക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല, തെറ്റാണ്. കൾച്ചറലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും, തെറ്റാണ്. അവര് ഒരു എന്താ പറയാ, ഒരു ബിക്കിനി ഇട്ട് ഒരു പ്രൈവറ്റ് സ്പേസിൽ ബിക്കിനി ഇട്ട് നിൽക്കുന്നതിൽ ഒരു യാതൊരു പ്രശ്നമില്ല. പ്രൈവറ്റ് സ്പേസ് ആകണ്ട, ഒരു പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു പബ്ലിക് സ്പേസിൽ തന്നെ ആയിക്കോട്ടെ, ഒരു ബസ് സ്റ്റോപ്പിൽ ബിക്കിനി ഇട്ട് നിൽക്കുന്നത് തെറ്റാണോ ശരിയാണോ അത് പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ബിക്കിനി ഇട്ട് ആരാണ് നിൽക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ? അല്ല, ഇവിടെ നിന്ന കാര്യമല്ലോ പറയുന്നത്, നിൽക്കുന്നത് ശരിയാണ് തെറ്റാണോ പറയും. പക്ഷെ നമ്മുടെ അത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ വസ്ത്രധാരണത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഡിബേറ്റിന് വന്ന ആളാണ് അവസാനം ബിക്കിനി നമ്മുടെ നാട്ടിൽ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഒരു ബസ് സ്റ്റോപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ബിക്കിനി ഇട്ട് നിൽക്കുന്നത് അത് തെറ്റാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് ഡിബേറ്റിൻ്റെ ഒരു ഏകദേശം രൂപം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായ ശാസ്ത്ര പഠനങ്ങളും അതേപോലെ തന്നെ ഗവേഷണങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ധരിച്ച ഒരു പഠനം എന്ന് പറയുന്നത് ന്യൂറൽ ഡൈനാമിക്സ് ഓഫ് വിക്കേരിയസ് ഫിസിക്കൽ പെയിൻ പ്രോസസ്സിംഗ് റിഫ്ലക്ട് ഇംപയർഡ് എംപത്തി ടുവേർഡ്സ് സെക്ഷലി ഒബ്ജക്റ്റിഫൈഡ് വേഴ്സസ് നോൺ സെക്ഷലി ഒബ്ജക്റ്റിഫൈഡ് വിമൻ എന്ന് പറയുന്ന 2023 വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അവിടെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവരുടെ വസ്ത്രധാരണം കുറവാണെങ്കിൽ അത് കാണുന്ന ആളുകൾ അവരെ കേവലം ഒരു വസ്തുവായിട്ട് മാത്രമാണ്, എന്ന് വെച്ചാൽ ഒരു ആത്മാവും അല്ലെങ്കിൽ ചിന്തയും ബോധവുമുള്ള ഒരു മനുഷ്യനായിട്ടല്ല പ്രോസസ്സ് ചെയ്യുന്നത്. ഏത് വരെയും ചോദിച്ചാൽ ഈ പഠനത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരെ കാണുമ്പോൾ ഒരു വസ്തുവായിട്ടാണ് അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അതായത് എന്നെ ഒരാൾ കാണുമ്പോൾ എന്നോടൊരു മനുഷ്യനായിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ മനുഷ്യനായിട്ട് അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യണം അല്ലേ? പക്ഷേ ഒരു സ്ത്രീ അവരുടെ വസ്ത്രധാരണം കുറവാണെങ്കിൽ ആ സ്ത്രീയെ കാണുന്ന പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരൊരു മനുഷ്യനായിട്ടല്ല, അല്ലെങ്കിൽ ഒരു വികാരവും വിചാരവും ഉള്ള ഒരു ആത്മാവുള്ള ഒരു മനുഷ്യനായിട്ടല്ല പ്രോസസ്സ് ചെയ്യുന്നത്, മറിച്ച് ഒരു വസ്തുവായിട്ടാണ്. അതിനുള്ള തെളിവാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെരിമെൻ്റാണിത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു നോർമൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ, അതേപോലെ തന്നെ കുറച്ച് വസ്ത്രം കുറഞ്ഞ ഒരു സ്ത്രീ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഫിസിക്കൽ പെയിൻ വരുന്ന ഒരു രംഗം എന്ത് ചെയ്യാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് അവരുടെ പിന്നെ റെസ്പോൺസൊക്കെ മെഷർ ചെയ്യാൻ. ഈ മെഷർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ നോർമൽ ഡ്രസ്സ് ഇട്ട, എന്ന് വെച്ചാൽ ശരീരമൊക്കെ കവർ ചെയ്ത ഡ്രസ്സ് ഇട്ട സ്ത്രീക്കൊരു പെയിൻ വരുമ്പോൾ ഈ കാണുന്ന ആളുകൾക്കും ആ പെയിൻ അനുഭവപ്പെടുകയാണ്, അവരടക്കം അത് പെർസീവ് ചെയ്യുകയാണ്. എന്നാൽ ഈ വസ്ത്രം കുറഞ്ഞ സ്ത്രീക്ക് ഒരു പെയിൻ അനുഭവപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് അത്ര അനുഭവപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിഹേവിയറൽ റിസൾട്ട് ഒബ്ജക്റ്റിഫൈഡ് ആയ, എന്ന് വെച്ചാൽ വസ്ത്രം കുറഞ്ഞ സ്ത്രീകൾ കുറഞ്ഞ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പങ്കെടുത്ത ആളുകൾ റേറ്റിംഗ് കൊടുത്തത്. 80ൽ കുറവ് കണ്ടെത്തി. എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ വസ്ത്രം ധരിച്ച പെണ്ണിന് വേദന സംഭവിക്കുമ്പോൾ അവരുടെ 80 തോന്നുന്നത് കുറവാണ്. അതുപോലെ തന്നെ EEG റിസൾട്ട് അതിൽ പറയുന്നത് ഒബ്ജക്റ്റിഫൈഡ് സ്ത്രീകളോടുള്ള വിക്കേരിയസ് പെയിൻ്റെ ന്യൂറോ ഫിസിയോളജിക്കൽ റെസ്പോൺസ് കുറഞ്ഞ തോതിലോ ഇല്ലാതെയോ മാത്രം കാണപ്പെട്ടു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ കുറഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീക്ക് ഒരു പെയിൻ വരുമ്പോൾ അവരോട് പിന്നെ ഒരു എമ്പതി അല്ലെങ്കിൽ ന്യൂറോ ഫിസിയോളജിക്കൽ റെസ്പോൺസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല. അവർക്കൊരു പെയിൻ വരുമ്പോൾ നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മ്യൂറിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഹാനുഭൂതിയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ സ്ത്രീകളെ വേദനയിൽ കാണുമ്പോൾ മാത്രം ആക്ടിവേറ്റായി. എന്ന് വെച്ചാൽ നോർമൽ ഡ്രസ്സ് ഇട്ട
അല്ലെങ്കിൽ ശരീരം മറച്ച ഡ്രസ്സ് ഇട്ട സ്ത്രീകൾക്ക് വേദന അനുഭവപ്പെടുമ്പോൾ ആ സഹാനുഭൂതി അവിടെ വന്നു. പക്ഷേ ഒബ്ജക്റ്റിഫൈഡ് ആയ അല്ലെങ്കിൽ വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ അത് ആക്ടിവേറ്റ് ആയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു കൺക്ലൂഷൻ, ഒബ്ജക്റ്റിഫൈഡ് ആയ സ്ത്രീകളോട് സോഷ്യൽ പെയിനിലും എമ്പതി കുറഞ്ഞ ബ്രെയിൻ റെസ്പോൺസിൻ്റെ മുൻ FMRI പഠനങ്ങൾ അടക്കം എന്ത് ചെയ്യുന്നു, ഈ EEG വഴി ഉറപ്പിക്കപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വസ്ത്രം കുറഞ്ഞ രീതിയിൽ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എന്ന് മാത്രമല്ല, അവരുടെ എമ്പതി പോലും മറ്റുള്ളവർക്ക് തോന്നാത്ത വെറും ഒരു വസ്തുവായിട്ടാണ് അവർ മാറുന്നത്. എന്ത് വസ്തു? പുരുഷന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള വെറും വസ്തുവായിട്ട് അവർ മാറുകയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ. ഇതാണ് നമ്മൾ ഉദ്ധരിച്ചത്. നമ്മുടെ സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പഠനങ്ങളാണ് നമ്മൾ ഉദ്ധരിച്ചത്. ഏതുവരെയും ചോദിച്ചാൽ മുൻ പഠനങ്ങളിലൊക്കെ ചിലതിലൊക്കെ ഈ പിന്നെ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ തോത് അത് ഈ പിന്നെ കുറച്ചുകൂടി ഹോസ്റ്റൈൽ സെക്സിസം ഉള്ള ആളുകൾക്ക്, അത്തരത്തിലുള്ള സെക്സിസം മനസ്സിലുള്ള ആളുകൾക്ക് ഈ ആണ് കൂടുതൽ ഒബ്ജക്റ്റിഫിക്കേഷൻ തോന്നുക എന്നുള്ള പഠനങ്ങൾ അടക്കമുണ്ട്. പക്ഷേ ഈ ലേറ്റസ്റ്റ് പഠനങ്ങളിൽ പറയുന്നത് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ എമേർജ് ബിറ്റ്വീൻ ദ ഫീലിംഗ് ഇവാലുവേഷൻസ് ആൻഡ് ബോത്ത് IRI സബ് സ്കെയിൽസ് ആൻഡ് BSS എന്നുള്ളതാണ്. ബിഹേവിയറൽ സെക്ഷൽ സ്കെയിലിൽ അത് ഇതിൽ ബന്ധമില്ല. ആളുകളുടെ ഈ പിന്നെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ അതിന് ഈ പറഞ്ഞ ഒബ്ജക്റ്റിഫിക്കേഷൻ തോന്നുന്നതുമായി ബന്ധമില്ല എന്ന് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത്. എന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ചിന്താഗതി എന്ത് തന്നെയാണെങ്കിലും ഈ സ്ത്രീയെ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത് എന്ന ആ ന്യൂറോ ഫിസിയോളജിക്കൽ റെസ്പോൺസിൽ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്ന ആൾക്കാരുടെ ചിന്താഗതിയുമായി ബന്ധമില്ല. സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, വസ്ത്രത്തിനല്ല പ്രശ്നം, കാണുന്ന ആൾക്കാരുടെ ചിന്താഗതിക്കാണ് പ്രശ്നം എന്ന് പറയാറില്ലേ. ശാസ്ത്രം പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്റ്റഡീസ് പറയുന്നത്, ചിന്താഗതി ഇവിടെ ഒരു ബന്ധവും ഇല്ല. ചിന്താഗതി എന്ത് തന്നെയാണെങ്കിലും വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്റ്റഡീസിലടക്കം പറയുന്നത്. കുറച്ചൊക്കെ ഈ സെക്സിസം അതിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന മുൻപുള്ള സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ ഇങ്ങനെയാണ് പറയുന്നത്. സെക്സിസം ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പറയുന്ന പോയിന്റിനെ യാതൊരു നിലക്കും റദ്ദ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു രൂപത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണ്, വസ്ത്രം കുറയുമ്പോൾ അത് കാണുന്ന ആൾക്കാരുടെ ചിന്താഗതി മാത്രമല്ല, ന്യൂറോ ഫിസിയോളജിക്കലി തന്നെ അതിനെ വെറും വസ്തുവായിട്ടാണ് കാണുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പിന്നീട് ഉദ്ധരിച്ച കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മൾ ഉദ്ധരിച്ച ഒരു പഠനം, ഏകദേശം 100ഓളം പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, 100ഓളം ഇത്തരം വിഷയങ്ങളിലുള്ള പഠനങ്ങളെ സൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺസെപ്ച്വൽ അനാലിസിസ് ഫ്രം അറ്റൈ ടു അസോൾട്ട്, ക്ലോത്തിങ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമനൈസേഷൻ എ പ്ലോസിബിൾ പ്രില്യൂഡ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബുനേഷ് അവസ്ഥയുടെ ഒരു പഠനം, അത് നമ്മൾ ഉദ്ധരിച്ചു. അതിൽ പറയുന്ന ആ മൊത്തത്തിലുള്ള ആ പഠനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ വസ്ത്രധാരണം പോലെയുള്ള എക്സ്റ്റേണൽ ക്യൂസ് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മുടെ സഹസംവാദക പിന്നെ അംഗീകരിച്ചതുപോലെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷനിലേക്ക് നയിക്കുന്നുണ്ട്. ആ സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ നടന്നാൽ ഡീഹ്യൂമനൈസേഷൻ നടക്കും. അതാണ് ഈ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിലടക്കം പറയുന്നത്. അതായത് ഒരു വസ്ത്രം കുറഞ്ഞ സ്ത്രീ അവരെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ നടന്നാൽ അവരെ ഒരു ഡീഹ്യൂമനൈസേഷൻ, ഒരു മനുഷ്യനല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുക, കാണുന്ന ആൾക്കാരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുക. എന്നിട്ടോ ഡിനയൽ ഓഫ് ഏജൻസി ആൻഡ് മൈൻഡ്, ഇവർക്കൊരു മൈൻഡും ഏജൻസിയൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ ഡീഹ്യൂമനൈസേഷൻ എത്തിക്കുന്നു. എല്ലാവരും അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നല്ല പറയുന്നത്, പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് കാണുന്ന ആളുകളുടെ ബ്രെയിൻ സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആകുന്നത് ഒബ്ജക്റ്റ് ആക്ടിവേറ്റ് ആകുന്ന സെൻറ്റേഴ്സാണ്. സ്വാഭാവികമായിട്ടും അതിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആക്ഷൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൺട്രോൾ ഉണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമ്മുടെ പിന്നെ ആലോചനകളും ചിന്തകളും ഒക്കെ അതിൽ ബാധകമാവും. പക്ഷേ അതെപ്പോഴാണ്? ആക്ഷൻസിലേക്ക് വരുമ്പോഴാണ്. പക്ഷേ അത് കാണുമ്പോൾ ഈ സെൻറ്റേഴ്സാണ് ആക്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ടോ അതിൽ അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഡീഹ്യൂമനൈസ് ചെയ്താൽ, കാണുന്ന സ്ത്രീയെ ഒരു ഏജൻസിയുള്ള മൈൻഡുള്ള ഒരാളായിട്ട് കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വയലൻസിലേക്ക് വരെ എത്തിപ്പെടാം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും വയലൻസ് ചെയ്യാന്നല്ല, പക്ഷേ അത് വയലൻസിലേക്ക് വരെ അതിൻ്റെ ഒരു വൺ ഓഫ് ദ ഫാക്ടേഴ്സായി ഇത് മാറാം എന്നുള്ളതാണ് പറയുന്നത്. ആ സ്റ്റഡീസിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്സ് നമ്മൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ന്യൂ ഫൈൻഡിങ്സ് ഡെമോൺസ്ട്രേറ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ഓഫ് സെക്ഷലൈസ്ഡ് ഫീമെയിൽ ബോഡീസ് ആസ് ഒബ്ജക്റ്റ് ലൈക്ക് എ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ഡീഹ്യൂമനൈസ് പെർസെപ്റ്റ് ഡിവോയ്ഡ് ഓഫ് ഏജൻസി ആൻഡ് പേഴ്സൺഹുഡ്. ഏജൻസിയോ പേഴ്സൺഹുഡ് ഒന്നും ഇല്ലാത്ത ഒന്നായിട്ടാണ് ഈ വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ നമ്മുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യുക എന്നുള്ള ന്യൂ ഫൈൻഡിങ്സ് ഉണ്ട്. സെക്ഷൽ വയലൻസ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഡീഹ്യൂമനൈസ് പെർസെപ്ഷൻ. അങ്ങനെ ഡീഹ്യൂമനൈസ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഈ വയലൻസുകൾ വരുന്നത് എന്നുള്ളത് അവിടെ പറയുകയാണ്. എന്നു മാത്രമല്ല, അതിനൊരുപാട് പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ഓരോ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഈ സ്വിംസ്യൂട്ട് വിയറിംഗ് വുമൺ എക്സ്പ്രസ് മോർ ബോഡി ഷെയിം ആൻഡ് പെർഫോം വേഴ്സ് ഇൻ മാത്ത് ടെസ്റ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോഗ്നിറ്റീവ് എബിലിറ്റി കുറയുന്നു. അതേപോലെ തന്നെ സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഹാസ് ബീൻ റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് മൈൻഡ് ആട്രിബ്യൂഷൻ.
ഇവർക്ക് മൈൻഡൊക്കെ ഉണ്ട് എന്നുള്ള അത്തരത്തിലുള്ളൊരു മൈൻഡ് ആട്രിബ്യൂഷൻ പോലും അത് കുറയുന്നു. അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ഏജൻസി പെർസെപ്ഷൻ, അവർക്കൊരു ഏജൻസി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ആ ചിന്ത പോലും ഡിമിനിഷ് ആയി പോകുന്നു. സെക്ഷലൈസ്ഡ് വിമൺ ആർ പെർസീവ്ഡ് ആസ് ലെസ് കോമ്പീറ്റൻറ്റ് ആൻഡ് ലെസ് ഫുള്ളി ഹ്യൂമൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ലെസ് കോമ്പീറ്റൻ്റ് ആണ് അവർ, അതേപോലെ തന്നെ ഒരു പൂർണ്ണ മനുഷ്യനല്ല എന്ന രൂപത്തിലാണ് ചിന്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ആ പഠനങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. എന്നുവെച്ചാൽ ഈ കൺസെപ്ച്വൽ അനാലിസിസിൽ അവർ ഒരുപാട് പഠനങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ പഠനങ്ങളുടെ ചിത്രമടക്കം നമ്മളിത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യങ്ങൾ ഏതുവരെ അതിലേക്ക് എത്തുന്നു, അൺക്ലോത്ത് ബോഡി റെക്കഗ്നീഷൻ സ്റ്റാർട്ടഡ് ടു ഡൈവേർജ് ഇൻ ലൈൻ വിത്ത് കൾച്ചറൽ ഫാക്ടേഴ്സ്, സെക്ഷൽ സിഗ്നലിംഗ് ആൻഡ് ഏജൻസി ആട്രിബ്യൂഷൻ. അതേപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നത് ഷോ ദാറ്റ് നേക്കഡ്നെസ് ആൻഡ് സെക്ഷലൈസ്ഡ് പോർട്രയൽസ് ഓഫ് ഫീമെയിൽ ബോഡീസ് ഷിഫ്റ്റ് ദ കോഗ്നിറ്റീവ് മെക്കാനിസം ഫ്രം കോൺഫിഗറൽ ടു മോർ പാർട്ട് ബേസ്ഡ് അനാലിസിസ് കൈൻഡ്. എന്നുവെച്ചാൽ കുറച്ചുകൂടി ഒരു പാർട്ട് ബേസ്ഡ് ആയിട്ട് ഇവരുടെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഈ ബ്രെയിന് അനാലിസിസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വസ്ത്രം കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ആസ് എ ഹോൾ ഒരു ഹ്യൂമൺ ആയിട്ടല്ല കാണുന്ന ആൾക്കാർ പെർസീവ് ചെയ്യുക, നിങ്ങളുടെ ഓരോ ബോഡി പാർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പഠനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ പറയുന്നതിനോട് യോജിപ്പുള്ളവരൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇത് ശരിക്കും ഒരു സ്ത്രീക്ക് നല്ലതാണോ? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടുന്നത് ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ നല്ലതാണോ ഉണ്ടാക്കുക, മോശമാണോ ഉണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അവൾ വസ്ത്രം കുറവായിട്ട് ധരിക്കുമ്പോൾ അവളുടെ ഒരു ഏജൻസി ഉള്ള, പേഴ്സൺഹുഡുള്ള, അതേപോലെ തന്നെ ഒരു ഫുള്ളി ഹ്യൂമൺ ആയിട്ടല്ല കാണുന്ന ആളുകളുടെ ന്യൂറോ ഫിസിയോളജിക്കലി അവർ എടുക്കുക എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതാണോ ഒരു സ്ത്രീക്ക് ഒരു സമൂഹത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ നല്ലത്? അതല്ല, അവളെ കംപ്ലീറ്റ്ലി ഹ്യൂമണായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് കൂടുതൽ നല്ലത്. ഇത് ഞാൻ പറയുന്നത് ഈ വസ്ത്രം കുറഞ്ഞ എല്ലാവരും ലെസ് ഹ്യൂമൺ ആണെന്നല്ല കേട്ടോ, അങ്ങനെയല്ല പറയുന്നത്. അതാരും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ന്യൂറോ ഫിസിയോളജിക്കലി ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെൻറ്റേഴ്സാണ് ആക്ടിവേറ്റ് ആകുന്നത്, അതടക്കമാണ് ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ട് അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പെർസീവ് ചെയ്യപ്പെടാനും ആ രൂപത്തിലേക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുകയാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ എടുക്കുന്ന ഡിസിഷൻസ് അവിടെ പ്രധാനമാണ്. പിന്നെ ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഒരു വസ്ത്രം കുറഞ്ഞ സ്ത്രീയോട് പോലും ബഹുമാനത്തോടു കൂടി പെരുമാറാൻ നമുക്ക് നമ്മുടെ തലച്ചോറിൽ കിട്ടുന്ന ഇൻപുട്സിനനുസരിച്ച് നമുക്ക് സാധിക്കും. പക്ഷേ എല്ലാവരും അതിനനുസരിച്ച് പെരുമാറിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ ഈ സെൻറ്റേഴ്സാണ് ആക്ടിവേറ്റ് ആവുന്നത് എന്ന വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് നമ്മളെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പഠനങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്തത്, എൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഷീല ജഫ്രീസിൻ്റെ ബ്യൂട്ടി ആൻഡ് മിസോജിനി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ്. ബ്യൂട്ടി പ്രാക്ടീസസ് ആർ നോട്ട് അബൌട്ട് വിമൻസ് ഇൻഡിവിജ്വൽ ചോയ്സ്. പല ആൾക്കാരും പറയുന്നതാണ് പെണ്ണ് എന്ത് ധരിക്കണം എന്നുള്ളത് പെണ്ണിൻ്റെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത് അതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല, ദേ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് വിമൻസ് ഒപ്രഷൻ എന്നാണ്. ഇത് ശരിക്കും സ്ത്രീകളെ അടിച്ചമർത്തലാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ഷീല ജഫ്രീസിൻ്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കുക അത് പെണ്ണിൻ്റെ ചോയ്സാണ് ആ വസ്ത്രം ധരിക്കൽ, അത് പിന്നെ വസ്ത്രം കുറഞ്ഞതാണെങ്കിലും അത് അവളുടെ ചോയ്സാണെന്നാണ്. ഷീല ജഫ്രീസ് പറയുന്നത് അങ്ങനെയല്ല. പുരുഷാധിപത്യത്തിൻ്റെ ആവശ്യം അവളുടെ ഡ്രസ്സ് കുറയലാണ്, അവളെ ആ നിലക്ക് സെക്ഷലൈസ് ചെയ്യലാണ്, അതിലൂടെ അവന് പ്ലഷർ കിട്ടലാണ്. അവിടെ ആ പുരുഷാധിപത്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളുടെ മൈൻഡൊക്കെ എന്ത് ചെയ്യാണ്, അതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പരസ്യങ്ങളിലൂടെ, മോഡലിങ്ങിലൂടെ, ഇതിലൂടെയൊക്കെ ഈ കുറഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെ ആ നിലക്ക് പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്തുകൊണ്ട് പുരുഷൻ എന്താണോ ആവശ്യം അതുപോലെ പെണ്ണിനെയും വസ്ത്രം ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യപ്പെടുന്നത്. അതൊരിക്കലും സ്ത്രീക്ക് നല്ലതല്ല, അത് സ്ത്രീയെ ഒപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഏതുവരെയും ചോദിച്ചാൽ ഈ ഷീല ജഫ്രീസ് ഒരു വിഷൻ ഓഫ് ഡിഗ്നിറ്റി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അവർ പറയുന്നത് എന്താ വെച്ചാൽ പെണ്ണിന് ബെയർ ഫേസ്ഡ് ആയിട്ട്, മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫേസായി, അതേപോലെ തന്നെ കംഫർട്ടബിൾ ഷൂസ് ഇട്ടുകൊണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഹീലുള്ള പിന്നെ അത്തരത്തിലുള്ള ചെരുപ്പ് ഇട്ടത് കൊണ്ടാണ് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് എന്ന പഠനങ്ങളൊക്കെ അവർ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. സ്പെൻഡ് നോ ടൈം ഓൺ ബോഡി മെയിൻ്റനൻസ്. ആ നിലക്ക് ബോഡി മെയിൻ്റനൻസിന് വേണ്ടി നിങ്ങൾ കുറേ സമയം കളയാൻ ഒരവസ്ഥ ഇല്ലാത്ത ഒരു ലോകമാണ് വരേണ്ടത്. ഓൾ പ്രിവിലേജസ് കറൻ്റ്ലി റിസർവ്ഡ് ഫോർ മെൻ. ഇതൊക്കെ പുരുഷന്മാർക്ക് ഇപ്പോൾ ഉണ്ട്. പുരുഷന്മാരെന്ത് ചെയ്യുന്നില്ല, മേക്കപ്പ് ചെയ്ത് ഹീലുള്ള ചെരുപ്പിട്ട് അതേപോലെ തന്നെ ഒരുപാട് നേരം പിന്നെ കണ്ണാടിയുടെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ സ്ത്രീക്കും ആവാൻ പറ്റണം. അതിനെന്ത് വേണം, ഈ പറഞ്ഞ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കൺസെപ്റ്റുകൾ പൊളിച്ചെഴുതണം എന്ന് വരെ ഈ ഷീല ജഫ്രീസ് പറയാൻ
ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഇതടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡിബേറ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ പിന്നെ ലെസ് ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത്, അല്പവസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെ ആവശ്യമാണ്, പുരുഷനാണ് അത് ആവശ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, സ്ത്രീകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ ഡിബേറ്റിലടക്കം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പുരുഷൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി, മെൻ്റലി, അതേപോലെ തന്നെ ഇമോഷണലി, സെക്ഷലി, ഇങ്ങനെ എല്ലാ നിലക്കും സ്ത്രീക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പുരുഷൻ്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, പുരുഷനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നേടിയെടുക്കേണ്ട എന്താവശ്യം സ്ത്രീക്കുള്ളത്? ഇതാണ് നമ്മൾ ചോദിച്ചത്. എന്നിട്ട് ആ ഡിബേറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തെളിവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിനോടൊക്കെ മറുഭാഗത്ത് പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളിതൊക്കെ ഓരോന്നും തെളിവുദ്ധരിച്ചിട്ടാണ് പറയുന്നത്. മറുഭാഗത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന രൂപത്തിലുള്ള മറുപടികൾ മാത്രമാണ് വന്നത്. ഏതുവരെയും ചോദിച്ചാൽ നമ്മൾ ഈ ലെസ് ഡ്രസ്സ് ഇടുന്നത്, അല്പവസ്ത്രം ധരിക്കുന്നതിൻ്റെ ഓരോ കോൺസിക്വൻസും പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞപ്പോൾ അവസാനം അതിനോടുള്ള ഒരു പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അല്പവസ്ത്രം പാടില്ല എന്ന് പറയുന്നത് അത് തെറ്റല്ലേ എന്നൊക്കെയാണ് അവസാനം ചോദിച്ചത്. അതിനോടടക്കം നമ്മൾ പ്രതികരണവും ആ ഭാഗം നിങ്ങൾ കണ്ടു. ഡോക്ടർ ബേസിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് എന്താ പറയാ, ഈ പറയുന്ന ഡോക്ടർ ബേസിൽ പറഞ്ഞ പോലെ ഈ കൈ കവർ ചെയ്തിട്ട് ഇത്ര മോഡസ്റ്റ് ഡ്രസ്സ് ഇടണം എന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അത് തെറ്റല്ലേ? അല്ല, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് തരാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തെറ്റല്ല എന്ന് പറഞ്ഞ കാര്യവും നമുക്ക് മോറലി തെറ്റാണെന്ന്. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കള്ളു കുടിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല, ഒരു ക്രൈം അല്ല. എനിക്ക് കള്ളു കുടിക്കുന്നത് പാടില്ല എനിക്ക് ആൾക്കാരോട് പറയാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാൾക്ക് കള്ളു കുടിക്കാം, എനിക്ക് മദ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാം. മനസ്സിലായോ? അതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാവോ, ഞാൻ മദ്യപിക്കുന്നത് വേറൊരാളെ അഫക്ട് ചെയ്യുന്നില്ല. അല്ല, നിങ്ങൾ വീണ്ടും പോയിന്റ് പോവല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നിയമം പ്രകാരം ഒരു കാര്യം തെറ്റല്ലെങ്കിലും അത് മോറലി തെറ്റാണെന്ന് ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റും. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാന്നുള്ള. സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യത്തിന് ഡോക്ടർ ബേസിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാൾക്ക് കള്ളു കുടിക്കാനുള്ള അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് ഞാൻ ഉത്ബോധിപ്പിക്കും. അത് നമ്മള് ഒരു ഹെൽത്ത് വൈസ് എടുത്ത് നോക്കുകയാണ്. യെസ്, ആൽക്കഹോളിസം നമ്മുടെ ഹെൽത്ത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഹെൽത്ത് ഒന്നും അറിയില്ലേ? അതൊന്നും ഇവിടെ വിഷയമല്ല. അപ്പൊ താങ്കൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വില വെക്കുന്നില്ല. അത് വേറൊരാളെ അഫക്ട് ചെയ്യുമോ? അതെന്ത് വർത്താന ആയിക്കോട്ടെ, നിങ്ങൾ കള്ളു കുടിച്ചോളൂ, പക്ഷെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. ഓക്കെ, നിങ്ങൾ പറയാണ് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെയാണ് നിങ്ങൾ കള്ളു കുടിക്കുന്നത്. ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും കള്ളുകൂടി പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. അത് എന്റെ മോറൽ വ്യൂ ആണ്. ഞാൻ മദ്യപിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ ബേസിൽ എന്റെ അടുത്ത് പറയും, അതാണോ? അല്ല, നിങ്ങൾ അല്ലല്ല, ഞാനത് എന്റെ ധാർമ്മികതയായിട്ട് പറയുന്നു. അതിനാണ് ലീഗാലിറ്റി വേഴ്സസ് മൊറാലിറ്റി. നാളെ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. പലപ്പോഴും വളരെ ലേമൻ ഡിസ്കഷൻസിലൊക്കെ വരുന്നൊരു പോയിന്റാണിത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അനുവദിച്ചിട്ടുണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നിയമവ്യവസ്ഥയാണ്, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പീനൽ കോഡ്, നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുക. അതിൽ പല കാര്യങ്ങളും അനുവദിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾക്ക് കള്ളുകുടിക്കാം, ഒരാൾക്ക് വ്യഭിചരിക്കാം, അതേപോലെ തന്നെ പിന്നെ പല കാര്യങ്ങളും ചെയ്യാം. നമ്മൾ പലപ്പോഴും മോറലി തെറ്റാണെന്ന് പല ആളുകളും, നമ്മൾ മാത്രമല്ല പല ആളുകളും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അനുവദിച്ചതായിരിക്കും. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിൽ അത് അനുവദിച്ചാലും നമുക്കത് മോറലി തെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ വേറെ പല കാര്യങ്ങളൊന്നും അതിൽ വരുന്നുണ്ട്. ഏതുവരെയും ചോദിച്ചാൽ ഇവർ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്ത് പബ്ലിക് പ്ലേസിൽ പോയിട്ട് ബിക്കിനി ഇട്ട് നിൽക്കുന്നത് കേരളത്തിൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം അത് ഓക്കെ ആണെങ്കിൽ ഇവർക്ക് എങ്ങനെ അത് പറ്റില്ല എന്ന് പറയുന്നത് അത് ഇവരുടെ തോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പിന്നെ ഇൻകൺസിസ്റ്റൻസീസ് ആണ് ആ ചർച്ചയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ലീഗാലിറ്റി വേഴ്സസ് മൊറാലിറ്റി ഇതൊക്കെ വളരെ സിമ്പിളായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ നിയമത്തിൽ ഒരു കാര്യം തെറ്റല്ലെങ്കിൽ പോലും മോറലി അത് തെറ്റാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
വ്യഭിചാരമോ മദ്യപാനമോ അല്ലെങ്കിൽ സ്വർഗരതിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് കാര്യം അതേപോലെ തന്നെയാണ് വസ്ത്രധാരണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം അല്പവസ്ത്രം ധരിക്കുന്നത് തെറ്റാണ് എന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾക്ക് അല്പവസ്ത്രം അല്ല ശരി, നേരത്തെ പറഞ്ഞ ഒരുപാട് കോൺസിക്വൻസ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്, അത് പറയാനുള്ള അവകാശമുണ്ട്. അവിടെ ആ അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നൽകുന്നതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അടക്കം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നൽകുന്നതാണ്. അതൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനെതിരല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളതിൽ പിന്നീട് അതിൻ്റെ ബാക്കി ചർച്ചകളിൽ ആ കാര്യങ്ങളാണ് കടന്നു വരുന്നത്. എന്നിട്ട് പിന്നീട് അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ സ്ഥിരമായി ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ മറുഭാഗത്ത് നിന്ന് വരുന്ന യൂറോപ്പിൽ ഇല്ലേ, അതേപോലെ തന്നെ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നില്ലേ, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ് പിന്നീട് അവർ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനോടും നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോളൂ. പിന്നെ അമേരിക്കയിലെ സ്റ്റഡീസ് ആണെന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കുന്നത്. അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ബയോളജി സെയിം ആണ്. അപ്പോ അവിടുത്തെ സ്റ്റഡിയാണ് ഇവിടെ. പിന്നെ അമേരിക്കയിലെ ബയോളജി കേരളത്തിൽ ബാധകമല്ല എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അത് ചെയ്യില്ല. അത് ഇവിടെ കൂടുതൽ ബാധകമാവുള്ളൂ. പിന്നെ കാരണം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ട് ഈ റീജിയൻ വൈസ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് വേറെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ, കൂടുതൽ നഗ്നത എക്സ്പോസ്ഡ് ആവുമ്പോൾ അവിടെ ഒരു അമിഗ്ഡാല കൂളിംഗ് ഓഫ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് നടക്കുക. എന്ന് വെച്ചാൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് എന്ത് ചെയ്യും, ആ ഡീസെൻസിറ്റൈസേഷൻ നടക്കും. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഫാന്റസീസിലേക്കാണ് മനുഷ്യന്മാർ പോവുക. അതുകൊണ്ടാണ് യൂറോപ്പിൽ സെക്ഷൽ ഫാന്റസീസ് വളരെ കൂടാൻ കാരണം. പലതരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള പിന്നെ സ്ട്രാങ്കുലേഷനും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വെസ്റ്റേൺ ലോകത്ത് കൂടാൻ കാരണം ഈ പറഞ്ഞ ഡീസെൻസിറ്റൈസേഷൻ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ സ്റ്റഡീസിൽ പോലും ബിക്കിനി കാരണം ഒബ്ജക്ടിഫിക്കേഷൻ ഇത്രയും കൂടുതൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അതൊന്നും നോർമലൈസ്ഡ് അല്ലാത്ത സൊസൈറ്റിയിൽ അത് വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ, ഒബ്ജക്ടിഫിക്കേഷൻ, അതാണ് ഞാനിവിടെ കാണിച്ചത്. ഒബ്ജക്ടിഫിക്കേഷൻ ഡീഹ്യൂമനൈസേഷനിലേക്ക് എത്തിക്കും. സ്ത്രീകളെ ഡീഹ്യൂമനൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സൊസൈറ്റിയെ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. ഇവിടെ അതല്ലാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണം, ഈ പെണ്ണുങ്ങൾ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ശരീരം മൊത്തം ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. അങ്ങനെയല്ല. സ്ത്രീകൾ ഇങ്ങനെ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല നടക്കുന്നത്. സ്ത്രീകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, പിന്നെ അധ്യാപകരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരൊക്കെ നല്ല നല്ല ജോലികൾ ചെയ്യുന്ന, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോഴേ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവരിങ്ങനെ വസ്ത്രം ഒഴിയാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കരുത്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആണുങ്ങളെ കാണിക്കുക എന്നുള്ളതല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാം. എന്നാൽ അതല്ലാത്തതും അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവർക്ക് ചെയ്യാം. സ്വന്തം സെൽഫ് ഒബ്ജക്ടിഫൈ ചെയ്യാണെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്നത്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴടക്കം എന്ത് ചെയ്യണം, ഈ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുന്ന ഈ എലമെന്റുകളെ പരിഗണിക്കണം. ആ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ നമുക്കും സൊസൈറ്റിക്കും ഇറ്റ് വിൽ ബി ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സജഷനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട ആൾക്കാരെ പോയിട്ട് ഡ്രസ്സ് ഇടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ ഒരു ഫോഴ്സിങ്ങിനെ കുറിച്ചും അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന രൂപത്തിലുള്ള ഡ്രസ്സിങ് അത് ഈ രൂപത്തിലുള്ള ഹാമുകൾ കോസ് ചെയ്യുന്നുണ്ട്, കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്, കുട്ടികളെ സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ കോഗ്നിറ്റീവ് അബിലിറ്റി അടക്കം ബാധിക്കുന്നുണ്ട്, അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ മെന്റൽ സ്റ്റേറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മെന്റൽ സ്റ്റേറ്റിനെയും ഫിസിക്കൽ ഹെൽത്തിനെ ഒക്കെ ബാധിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പുരുഷന്റെ ചിന്തയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പുരുഷാധിപത്യ പ്രവണതകൾക്ക് വേണ്ടി അതിന് അടിമപ്പെട്ടുകൊണ്ട് എന്തിനാ സ്ത്രീകൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും നിങ്ങളുടെ പിന്നെ കോഗ്നിറ്റീവ് ഹെൽത്തും ഒക്കെ കളയുന്നത്? അതിന്റെ ആവശ്യമില്ല. അതിന് മാത്രം വലിയ ആൾക്കാർ നല്ല പുരുഷന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ ലെസർ ക്ലോത്തിങ് എന്ന് പറയുന്നത് അത് ഒബ്ജക്ടിഫിക്കേഷനിലേക്ക് നയിക്കും, ഡീഹ്യൂമനൈസേഷനിലേക്ക് നയിക്കും. ലെസർ ക്ലോത്തിങ് കൊണ്ട് സ്ത്രീക്കൊന്നും നേടാനില്ല. ആബ്സല്യൂട്ട് നത്തിങ്. സ്ത്രീക്ക് നേടാനുള്ളത് ഒന്നുമില്ല. എന്തുമാത്രമല്ലാതെ കോഗ്നിറ്റീവ് ഡിസബിലിറ്റിയും ഫിസിക്കൽ മെന്റൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും അല്ലാതെ സ്ത്രീക്ക് ഒന്നും കിട്ടാനില്ല. പുരുഷന് കിട്ടുന്നത് കുറെ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ പുരുഷന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി വെറും അടിമകളെ പോലെ ഇങ്ങനെ തുണിയിരിഞ്ഞ് നടക്കേണ്ടവളല്ല സ്ത്രീ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. അതല്ല ഞങ്ങൾക്ക് പുരുഷാധിപത്യത്തിന് അടിമപ്പെട്ട് അങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാം. അപ് ടു എവരിവൺ.
അപ്പോൾ നമ്മുടെ സംവാദത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അതായത് പുരുഷാധിപത്യത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ഈ അല്പവസ്ത്രം ധരിക്കേണ്ടത് എന്താവശ്യമുള്ളത്? പെണ്ണിന് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പെണ്ണിന് മാത്രമല്ല സമൂഹത്തിനുള്ള പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സഹിച്ചിട്ട്, ഇത്രയും ത്യാഗം സഹിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ആണിനെ തൃപ്തിപ്പെടുത്താൻ, പുരുഷാധിപത്യത്തെ തൃപ്തിപ്പെടുത്താൻ. അതിൻ്റെ ആവശ്യമില്ല അല്ലേ? എന്തിനാ അല്പവസ്ത്രം ധരിച്ചിട്ട് പുരുഷാധിപത്യത്തെ തൃപ്തിപ്പെടുത്തി മെയിൽ ഗെയ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്? അങ്ങനെ അത്ര വില കുറഞ്ഞ ഒന്നല്ല സ്ത്രീ, വില കുറഞ്ഞ ഒരു വിഭാഗമല്ല സ്ത്രീ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞ ഡിബേറ്റ് കണ്ട ഏതൊരാൾക്കും മനസ്സിലാകും. അതിനു പകരം മറുഭാഗത്ത് എന്താ അവർ പറയാൻ ശ്രമിച്ചത്? ഡിബേറ്റ് കണ്ടവർക്കറിയാം വളരെ രസകരമായിട്ട് ഈ ബിക്കിനി അല്ലേ, ബിക്കിനി തെറ്റാണ്, ബിക്കിനി കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ കാരണം എന്താ? ഒരു സോഷ്യലി അത് പിന്നെ കൾച്ചറലി അത് അക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ കൾച്ചറലി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു ഡ്രസ്സാണ്, കൾച്ചറലി അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഡ്രസ്സാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് അല്ല എന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വിചാരിക്കുന്ന ഷോർട്സ് ഇടുന്നതോ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല, അവിടെ കൾച്ചറലി അപ്രോപ്രിയേറ്റ് എന്നുള്ളത് എടുക്കേണ്ട കാര്യമില്ല, ഇവിടെ അതെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതൊക്കെ നമ്മൾ ഡിബേറ്റിൽ വളരെ രസകരമായി കണ്ടു. എല്ലാം അത് വിശദീകരിച്ച് കാണിക്കുന്നില്ല, അതൊക്കെ കാണണം എന്നുള്ള ആളുകൾക്ക് ഡിബേറ്റ് പൂർണ്ണമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സ്വയം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന രൂപത്തിൽ പറയാന്നല്ലാതെ വസ്തുനിഷ്ഠമായി വിഷയത്തെ സമീപിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. വസ്തുനിഷ്ഠമായി വിഷയത്തെ സമീപിക്കാതെ ആ സമയത്ത് എനിക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏതുവരെ ചോദിച്ചാൽ അവസാനം അവർ നമ്മളോട് ചോദിക്കുകയാണെന്ത്, നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ അടിസ്ഥാനം എന്താ? അവിടെ നമ്മൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഇന്ന് പിന്നെ ഒരു ക്രൈറ്റീരിയ എടുക്കുക, വേറെ സ്ഥലത്ത് ഇന്നൊരു ക്രൈറ്റീരിയ എടുക്കുക എന്ന രൂപത്തിലുള്ളൊരു പ്രശ്നം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഈ ക്രൈറ്റീരിയാസൊക്കെ അനലൈസ് ചെയ്യുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്, മനുഷ്യൻ്റെ പരിമിതി ഉണ്ട് എന്നത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ വസ്ത്രധാരണം എന്ന വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലുമുള്ള ഞങ്ങളുടെ ലോകവീക്ഷണം അവിടെയാണ് കിടക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചിന്തിക്കുന്നു, ഈ പറഞ്ഞ കോൺസിക്വൻസുകളൊക്കെ മനുഷ്യന് ചിന്തിക്കുന്നതിന് പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് എത്ര കോൺസിക്വൻസ് ഉണ്ടാവും, അതെല്ലാം പഠിച്ചെടുക്കാൻ മനുഷ്യന് പരിമിതി ഉണ്ടാവും. ആ പരിമിതികളൊന്നുമില്ലാത്ത ഒരു ഓൾ നോയിങ് ആയിട്ടുള്ള എൻറ്റിറ്റിയിൽ നിന്ന് വരുന്ന പിന്നെ കാര്യമാണ് ഞങ്ങളുടെ മൊറാലിറ്റിയുടെ, വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലുമുള്ള മൊറാലിറ്റിയുടെ അടിസ്ഥാനം. ആ സോഴ്സിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പറയേണ്ടായി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു പിന്നെ ഓൾ നോയിങ് എൻറ്റിറ്റിയിൽ നിന്നുള്ള മൊറാലിറ്റി ഇല്ലെങ്കിൽ ഈ ഡിബേറ്റിൽ കണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. ഒന്നും മനസ്സിലാകാതെ എന്തൊക്കെയോ അല്ലേ, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത്രമേൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ബിക്കിനി അത് ഓക്കെയാണെന്ന് പറയുന്നു, മറുഭാഗത്ത് അത് പ്രശ്നമാണെന്ന് പറയുന്നു, കൾച്ചറലി അപ്രോപ്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് പോകേണ്ടി വരുന്ന എന്തുകൊണ്ട്? അത് ഈ വ്യക്തിയുടെ പ്രശ്നമൊന്നുമല്ല, മറിച്ച് ഒരു കൃത്യമായ ഒരു ബേസ് മൊറാലിറ്റിക്കോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കോ ഇല്ലാത്തത് കൊണ്ടാണ്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മൾ അവസാനം അടക്കം പറഞ്ഞത്. അങ്ങനെ ആ നിലക്ക് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക പുരുഷാധിപത്യത്തിന് അടിമപ്പെടണോ വേണ്ടേ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു കൺക്ലൂഷൻ റിമാർക്ക് കൂടി പറഞ്ഞ് കേട്ടുകൊണ്ട് നമുക്ക് അവസാനിക്കും. മൊത്തത്തിൽ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, ഈ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെയും ഫെമിനിസ്റ്റുകളുടെ തന്നെ വ്യൂ പോയിന്റ്സിലൂടെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുരുഷന്റെ ആവശ്യം, പുരുഷാധിപത്യത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഞരമ്പ് രോഗികളുടെ ആവശ്യം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ നഗ്നത കാണുക എന്നുള്ളതാണ്. അത് തുറന്നു കൊടുക്കുക എന്നുള്ളതല്ല സ്ത്രീ ശാക്തീകരണം, അതിന് വിരുദ്ധമായി നിൽക്കുക എന്നുള്ളതാണ്. പുരുഷൻ എന്താഗ്രഹിക്കുന്നോ അത് അതേപടി കൊടുക്കുക എന്നുള്ളതല്ല, അതിന് വിരുദ്ധമായി നിൽക്കുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം. അതാണ് ഈവൻ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ ഓരോരുത്തർ ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഈ ഡിബേറ്റ് കൊണ്ടും ഇത്തരം ചർച്ചകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കുറെ സംഭവമുണ്ട്. പുരുഷന്റെ ബയോളജി ഇതാണ്, സ്ത്രീയുടെ ബയോളജി ഇതാണ്, ഒബ്ജക്ടിഫിക്കേഷൻ, ന്യൂറോളജിക്കൽ പാത്വേ ഇതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതിന് അനുസരിച്ച്, ആ ഇൻഫർമേഷന് അനുസരിച്ച് നിങ്ങൾക്ക് ആണെങ്കിൽ ആക്ട് ചെയ്യാം. അതല്ല പുരുഷനെ തൃപ്തിപ്പെടുത്താം, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ തന്നെ ഏറ്റെടുത്തുകൊള്ളാം എന്നൊരു സ്ത്രീ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ പറഞ്ഞു പിന്നെ ഈ കാര്യങ്ങളുടെ ഒരു കോൺസിക്വൻസ് എന്തൊക്കെയാണ്. മെന്റലി കോൺസിക്വൻസ് ഉണ്ട്, ഫിസിക്കലി കോൺസിക്വൻസ് ഉണ്ട്, കോഗ്നിറ്റീവ്ലി കോൺസിക്വൻസ് ഉണ്ട്, സോഷ്യലി കോൺസിക്വൻസ് ഉണ്ട്, സെക്ഷലി കോൺസിക്വൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും സ്ത്രീയെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ ലെസർ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ആ കോൺസിക്വൻസുകളെല്ലാം ഏറ്റെടുത്തിട്ട് പുരുഷനെ തൃപ്തിപ്പെടുത്താൻ മാത്രം വലിയ സംഭവം നല്ല പുരുഷൻ. അതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പുരുഷാധിപത്യത്തിന് കീഴടങ്ങേണ്ട കാര്യമില്ല. അതിന് മാത്രം സ്ത്രീ വിരുദ്ധതയെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പുരുഷാധിപത്യത്തിന് വിരുദ്ധമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അത് നമ്മൾ പറയുന്നത് മാത്രം, നമ്മുടെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മാത്രം. ആരെയും ഇനി ആരെങ്കിലും നാളെ പുരുഷാധിപത്യത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ലെസർ ഡ്രസ് ഇടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് പർദ്ദടിപ്പിക്കാനൊന്നും നിൽക്കില്ല. ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ അറിവുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രം.
പുരുഷാധിപത്യത്തിന് കീഴൊതുങ്ങുന്നവർക്ക് അത് കീഴൊതുങ്ങിക്കൊണ്ട് പുരുഷന്റെ അടിമകളായി, പുരുഷാധിപത്യത്തിന്റെ അടിമകളായി ജീവിക്കാം. യാതൊരു പ്രശ്നവുമില്ല. സ്ത്രീ വിരുദ്ധത അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രൂപത്തിൽ നടക്കാം, യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ നിങ്ങളുടെ ഭരണഘടനാപരമായ റൈറ്റ് ആണ്, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് തർക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി കാണാനും പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കൺക്ലൂഷൻ മാർക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു വെച്ച അത് തന്നെയാണ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഈ ഡിബേറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഇത്തരം ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. പക്ഷേ കൃത്യമായി ഫാക്റ്റ് വെച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും വെച്ച് നേർക്കുനേർ സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ പോലും, ഒരു പോയിന്റിൽ പോലും എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചോ? ഒന്നുമില്ല അല്ലേ? പറയുമ്പോൾ ഭയങ്കര പിന്നെ പുരോഗമനം, അത് ഇത് അല്ലെ വ്യക്തി സ്വാതന്ത്ര്യം, അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഓരോ ടേംസ് എടുത്തിട്ട് ഇങ്ങനെ വാരി വിതറുക എന്നല്ലാതെ കൃത്യമായി വസ്തുനിഷ്ഠമായി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് അവർക്ക് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇത്തരം ഒരു ഈ മോഡേണിറ്റിയുടെയും ലിബറലിസത്തിൻ്റെയൊക്കെ ആ ഒരു ചുഴിയിൽ അകപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒരു അൺലേൺ ആൻഡ് റീലേൺ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളിങ്ങനെ സ്ഥിരമായി ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇങ്ങനെ കേട്ട് തഴമ്പിച്ച ആ ടേംസും ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അൺലേൺ ചെയ്ത് ഒന്നുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുക. ഇത്തരം ചർച്ചകൾ ശ്രദ്ധിക്കുക. മറുഭാഗങ്ങൾ, മറുശബ്ദങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ കഴിഞ്ഞ ഡിബേറ്റിലൊക്കെ അതാണ് നമ്മൾ കണ്ടത്. അതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ നിലക്ക് ഈ ഡിബേറ്റിനൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡിബേറ്റിൽ എന്തായി, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല ഇവിടെ വിഷയം. മറിച്ച് ഇതൊക്കെ ചിന്തിക്കാൻ ഇതൊക്കെ ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രമേൽ കൃത്യമായി ഇത്തരം വാദങ്ങൾ പൊളിഞ്ഞടുങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന BGM ഇട്ടുകൊണ്ടും ആളുകളെ പരിഹസിച്ചുകൊണ്ടും ട്രോൾ ചെയ്തുകൊണ്ടുമുള്ള ഇത്തരം പിന്നെ പരിപാടികൾക്കപ്പുറത്തേക്ക് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ എന്തിലേക്കാണ് നയിക്കുന്നത് എന്ന ഒന്നുകൂടിയുള്ള ഒരു ചിന്ത, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ചിന്ത നമ്മളെ നയിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ നിലക്ക് പുരുഷാധിപത്യത്തിന് എന്തിന് അടിമപ്പെടണം എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ ആ നിലക്ക് ഒന്ന് ചിന്തിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഡിബേറ്റ് പൂർണ്ണമായിട്ട് കാണുക. അതിനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്തു എന്ന് മാത്രം, ആ വിഷയത്തിൽ പറഞ്ഞ ആ ഡിബേറ്റിൽ വന്ന പോയിന്റുകളെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് അവതരിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ വിഷയങ്ങൾ, കൂടുതൽ ചർച്ചകൾ ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ വഴിയുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ചർച്ചകൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.